ടണൽ പ്രോജക്ട് വയനാട് തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടി പശ്ചിമഘട്ട മലനിരകൾ കേരളത്തിന്റെ പ്രകൃതി സമ്പത്തായ മലനിരകളെ തകർക്കാനും അതിന് തുരങ്കം വയ്ക്കാനും ഉള്ള പദ്ധതിയാണ് ടണൽ പ്രോജക്ട്. വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട് അതിനൊക്കെ ഞങ്ങൾ ശക്തിയായി കാണാം. വലിയ രീതിയിൽ മണ്ണ് ഒലിച്ചു വരുന്നതും പ്രേക്ഷകർക്ക് കാണാം. ഒരു ടാങ്കർ അടക്കം അവിടെ നിന്ന്. ഓക്കെ, ഇന്നത്തെ വയനാട്ടിലെ ദുരന്തം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇപ്പോൾ ന്യൂസിൽ മൊത്തം അതാണ് ഇപ്പോൾ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ വെറും 3 ആൾക്കാർ മാത്രമേ മരിച്ചിട്ടുള്ളൂ, 7 ആൾക്കാരോളം മിസ്സിംഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനൊരു വീഡിയോയിൽ കണ്ടതെന്ന് വെച്ചാൽ 30ഓളം ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും അതിലോട്ടൊക്കെ പോവാം. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നേരത്തെ നമ്മുടെ വീഡിയോ സെഷൻ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എതിർക്കും എന്നുള്ള രീതിയിലാണ്. കാരണം അന്ന് അതിനായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. പിന്നെ അറിയാലോ, ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്നൊക്കെ പറഞ്ഞ് ആ കാലത്ത് 10 വർഷം കൂടെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന വി ഡി സതീശൻ അതിനെ എതിർപ്പ് സംസാരിച്ചപ്പോൾ അവിടുത്തെ സിദ്ദിഖ് എം എൽ എ ആണെങ്കിലും വി ഡി സതീശനെതിരെ പറയുകയൊക്കെ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന പോലാണ് ഇപ്പം ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയും ഈ പറയുന്ന എം എൽ എ ഒക്കെ പറയുന്നതിൻ്റെ അത്രയൊക്കെ വരുമോ ഈ പറയുന്ന വി ഡി സതീശൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതി സിദ്ദിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന വി ഡി സതീശൻ തന്നെ അത് അംഗീകരിക്കുന്ന പോലെ അങ്ങായി. കാരണം അവരായി അവരുടെ വാടക എന്നുള്ള രീതി പുള്ളി അങ്ങ് വിട്ടാ കേസ് കിട്ടും. അങ്ങനെയാണ് സംസാരിച്ചത്. കാരണം എല്ലാവരും അയാളെ അന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു നല്ല കാര്യം വരുമ്പോൾ ഇതുപോലുള്ള കുറേ പ്രതിപക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാറികൾ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അദ്ദേഹത്തിനെ പോലുള്ളവരൊക്കെ കുറ്റപ്പെടുത്തിയ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, ഇന്നെന്തായാലും നമുക്ക് ആ ഒരു പഴയ ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എന്നിട്ട് നമുക്ക് വിഷയത്തിലോട്ട് പോകാം. ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കാണണം. പിന്നെ 30 പേരുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തം ഇരുന്ന് കാണുക. പരമാവധി ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. ഒന്ന് ലൈക്കും കൊടുക്കുക. ഹൈപ്പുണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്തു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വയനാട് തുരങ്കപാത വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ ടി സിദ്ദിഖ് എം എൽ എ. വയനാട് തുരങ്കപാത വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടിന് മുകളിലല്ലോ സതീശിന്റെ അഭിപ്രായമെന്ന് സിദ്ദിഖിന്റെ പരിഹാസം. സംസ്ഥാനത്തെ പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളിൽ KPCC അധ്യക്ഷനാണ് മറുപടി പറയേണ്ടതെന്നും സിദ്ദിഖ് പറഞ്ഞു. ടണൽ പ്രോജക്ട് വയനാട് തുരങ്കം ഉണ്ടാക്കാൻ വേണ്ടി പശ്ചിമഘട്ട മലനിരകൾ കേരളത്തിന്റെ പ്രകൃതി സമ്പത്തായ മലനിരകളെ തകർക്കാനും അതിന് തുരങ്കം വയ്ക്കാനും ഉള്ള പദ്ധതിയാണ് ടണൽ പ്രോജക്ട്. വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട് അതിനൊക്കെ ഞങ്ങൾ എതിർക്കും. ശക്തിയായി ഞങ്ങൾ എതിർക്കും, സംശയമില്ല. ഈ ടണൽ പ്രോജക്ട് പശ്ചിമഘട്ട മലനിരകളിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും. ഇങ്ങനെ ടണൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതിയെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതായിരുന്നു വയനാട് തുരങ്കപാത വിഷയത്തിൽ വി ഡി സതീശന്റെ നിലപാട്. എന്നാൽ സതീശന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് ടി സിദ്ദിഖ് എം എൽ എ. തുരങ്കപാത പദ്ധതിയെ വയനാട്ടിലെ എം എൽ എ ആയ താനും എം പി ആയ പ്രിയങ്ക ഗാന്ധിയും സ്വാഗതം ചെയ്തതാണ്. ഞാൻ ലോക്കൽ എം എൽ എ ഞാനടക്കം സ്വാഗതം ചെയ്തില്ലേ? എം പി പ്രിയങ്ക ഗാന്ധി സ്വാഗതം ചെയ്തില്ലേ? എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? എന്നാൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന്റെ അഭിപ്രായം അതല്ലല്ലോ എന്ന മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇതായിരുന്നു സതീശനെതിരായ സിദ്ദിഖിന്റെ പരിഹാസം. ഓക്കെ, ഇപ്പം സിദ്ദിഖ് എം എൽ എ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മണ്ണ് കൂട്ടി ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു, അതായിരുന്നു നീക്കം ചെയ്യാൻ പറ്റാത്തതിന്റെ. അപ്പം മുൻ സർക്കാരിന്റെ പേര് പറയാതെ പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പം കേരളത്തിൽ ഭരണം വന്നിട്ട് 2 മാസത്തോളമായി. അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ ഈ കോൺഗ്രസ്സുകാർ. അപ്പം അതിനുവേണ്ടി ഇവർ നീക്കം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവരോടത്ത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അവർ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തില്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഈ മണ്ണ് കൂട്ടിയിടുന്നതിനാണോ വിഷയം? നിങ്ങൾ തന്നെ പറ. ഇത് പ്രത്യേകിച്ച് വയനാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റും. മണ്ണ് കൂട്ടിയിട്ടത് തന്നെയാണോ വിഷയം? ഞാൻ കൂടുതലായിട്ട് തിരക്കിൽ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ച് എൻ്റെതായിട്ടുള്ള ഒരു ഇത് വെച്ച് ഞാൻ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് സിദ്ദിഖ് എം എൽ എ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ വി ഡി സതീശനും വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പണ്ടത്തെ കാര്യങ്ങളൊന്നും പുള്ളി പറയാനൊന്നും പോയിട്ടില്ലായിരുന്നു. പുള്ളി അന്ന് അത്ര ഓക്കെ അല്ലായിരുന്നു. പിന്നെ ഈ അടുത്ത സമയത്താണെങ്കിലും ഞങ്ങൾ ഇതിന് എതിർപ്പൊന്നും പറയുന്നില്ലല്ലോ, നടത്തിക്കോ എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുകയും ചെയ്തത്. ഈ അടുത്ത സമയം കൊണ്ട് പുള്ളിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു. ആ സമയത്തൊക്കെ പുള്ളി നല്ല എതിർപ്പുണ്ടായിരുന്നു. ഓക്കെ, കാരണം നമ്മൾ ഒരാൾ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും 2 ആൾക്കാരുടെ ഭാവം കൂടെ കേൾക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഉള്ള കാര്യം തുറന്ന് പറയാലോ. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ ശത്രു ആണെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു ഇതുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകുന്നത്. ഒന്ന് കേൾക്കാൻ കാണിച്ചുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അത്രയും നല്ലത്. വേണ്ടേ? ഇന്ന് വി ഡി സതീശൻ അവിടെ വന്നിട്ട് എല്ലാവരും കണ്ട് എന്താണ് അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും പുള്ളി തിരക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇനി ഈ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണണേ. ഞാൻ ആ മറ്റേ വീഡിയോ കണ്ട് എൻ്റെ കിളി പാറിപ്പോയി. സത്യം പറഞ്ഞാൽ ആ എല്ലാം കൂടി ഇടിഞ്ഞ് വീഴുന്നത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കിളി പോയി. ഞാൻ ആദ്യം ആ ഒരു വീഡിയോ വെച്ച് തരാം. ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണാം. വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇപ്പോൾ അപകടം നടന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപകടത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ്. മീനാക്ഷി പാലത്തിന്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുമ്പോൾ മണ്ണ് ഒലിച്ചു വരുന്ന സമയത്തുള്ള ദൃശ്യങ്ങളാണ്. അവിടെ നിന്ന് ആളുകൾ ഓടുന്നത് കാണാം. വലിയ രീതിയിൽ മണ്ണ് ഒലിച്ചു വരുന്നതും പ്രേക്ഷകർക്ക് കാണാം. ഒരു ടാങ്കർ അടക്കം അവിടെ നിന്ന് നീങ്ങി വരും. ഒരു ടാങ്കർ വരുന്ന എന്റെ പൊന്നോ,
എന്നതും പ്രേക്ഷകർക്ക് കാണാം. റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ടാങ്കർ അടക്കം ഒരു ജീപ്പ്, അതേപോലെ അവിടെ ഉണ്ടായിരുന്ന ബൈക്കുകൾ ഇതെല്ലാം നീങ്ങിപ്പോരുന്നത് കാണാം. അത്രമേൽ ശക്തിയോട് കൂടിയാണ് മുകളിൽ നിന്ന് തന്നെ മണ്ണ് ഒലിച്ചു വന്നത്. എന്നിട്ട് 7 പേരെ കാണുന്നില്ലെന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പ് വരുന്നില്ല. ഇത് കണ്ടിട്ട് തന്നെ ആ സമയത്ത് തന്നെ കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എവിടെ പോയി ഈശ്വര? അപ്പൊ 30 പേരുണ്ടെന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. അപ്പൊ കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. മലയുടെ ഒരു ഭാഗമാണ് നേരത്തെ പറഞ്ഞ ഷോർട്ട് കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ ആ ഭാഗം, സോയിൽ പിന്നിങ് ചെയ്തിരുന്ന ഭാഗം അത് ദുർബലമായിരുന്നു. ആ ഭാഗം പൂർണ്ണമായും ഇളകി അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണടക്കമാണ് ഈ മീനാക്ഷി പാലത്തിലേക്കും മേപ്പാടി ചുരൽമല റോഡിലേക്കും വന്ന് വീഴുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നീക്കിയിട്ടിരുന്ന ഒരു ടാങ്ക് എത്ര ദൂരമാണ് വരുന്നത് നോക്കൂ. ഒരു 10-40 മീറ്റർ ആ ടാങ്കർ ലോറി ആ റോഡിലൂടെ നിരങ്ങി വരുന്നതും പ്രേക്ഷകർക്ക് കാണാം. അത്രമേൽ ശക്തിയോട് കൂടിയാണ് അവിടെ നിന്ന് മുകളിൽ നിന്നുള്ള മണ്ണ് ഇടിഞ്ഞു വീഴുന്നത്. അവിടെ ആളുകൾ, ആ ഭാഗത്തുണ്ടായിരുന്ന ആളുകളിൽ പലരും ആ സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ 8 മുതൽ 18 വരെ കാണാനില്ല എന്ന് പറയുന്നു. 7 ഉദ്യോഗസ്ഥരടക്കമാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ വരുന്നത്. ഇത് അപകടത്തിന് തൊട്ടു മുമ്പുള്ള CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് അവിടെയുള്ള ഈ ഗ്രീൻ ലാക്സ് ഹോട്ടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മീനാക്ഷി പാലത്തിന്റെ തൊട്ടപ്പുറത്ത് നിന്നും ഈ മണ്ണിടിഞ്ഞ് ആ പാലത്തിലൂടെ എങ്ങനെയാണ് ആ വാഹനം വരുന്നത് എന്നത് പ്രേക്ഷകർക്ക് കാണാം. ഇങ്ങനെ ഈ സമയത്ത് മണ്ണിടിഞ്ഞു വരുമ്പോഴാണ് അവിടെ പാർക്ക് ചെയ്തിരുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിരുന്ന ഒരു ബസ് ആ മീനാക്ഷി പാലത്തിൽ നിന്ന് താഴെ മീനാക്ഷി പുഴയിലേക്ക് വീണു പോകുന്നതും അത് താഴേക്ക് വീഴുന്നതും. ആ ഹോട്ടലിലേക്ക് ഉണ്ടായിരുന്ന ആളുകൾ ഈ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്താണ് അപകടം നടക്കുന്നത്. അവിടെ മറ്റൊരു വാൻ വന്ന് നിൽക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണാം ആ പാലത്തിന് അപ്പുറത്താണ് ആ ലോറി ടാങ്കർ കിടക്കുന്നത്. മുകളിൽ നിന്ന് മലയിടിഞ്ഞു വീഴുന്നത് കണ്ട്, മണ്ണിടിഞ്ഞു വരുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വളരെ വേഗം ഓടി പോകുന്നതും കാണാം. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും അവിടെ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറി ആ ശക്തമായ വെള്ളത്തിന്റെയും മണ്ണിന്റെയും തള്ളിച്ചയിൽ ഈ റോഡിലേക്ക് തിരികെ വരുന്നതും പ്രേക്ഷകർക്ക് കാണാം. എന്റെ ദൈവമേ, നിങ്ങളാ വന്ന വരവ് കണ്ടില്ലേ? പിന്നെ അതുപോലെ തന്നെ ലോറി, അതൊരു വല്ലാത്ത അവസ്ഥ. ലോറിയല്ല, മണ്ണിടിഞ്ഞ് വീണ സമയത്തൊരു ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു. ആ ബസ് ഇപ്പൊ ആ പാലത്തിന്റെ അടി കിടക്കുന്നത്. ഇപ്പൊ ആ ബസ് കണ്ടെത്തി. ഇറങ്ങി പരിശോധിക്കാൻ പറ്റുന്ന സാഹചര്യം ഞങ്ങൾ ഒരു 20 മീറ്റർ വിട്ട് ഞങ്ങൾ പിന്നെ നോക്കിയിട്ടുണ്ട് സാർ. അല്ല, ബസ് അവിടെ ഉണ്ടോ? ബസ് ഒഴിച്ചു പോയോ? ബസ് പോയിട്ടാ, ബസ് ഇപ്പോൾ നിലവിലുണ്ട്. ക്രോസായി കിടക്കുക, പാലത്തിന്റെ കിടക്കുക, ക്രോസായി കിടക്കുക. ഓ, ആ ആള് എവിടെ ഉണ്ടെന്നൊന്ന് അന്വേഷിക്കും നിങ്ങൾ. അതൊക്കെയല്ലേ വേണ്ടത്. ഇതിപ്പം എന്താ പറയാ, ഫുള്ള് പോയിതാണോ? വീട് പോയി. അവിടെ പൊട്ടുന്നുണ്ടോ? അതിന്റെ അടിയിൽ 30 ആൾക്കാരുണ്ടെന്ന് ഇപ്പൊ പറയണേ. എന്നിട്ട് കയ്യും കാര്യം നോക്കിയാ ആ വായനൊന്ന് പൊക്കി കളി. 30 ആൾക്കാർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളത് കേട്ട് കാണുമല്ലോ, 30 ആൾക്കാർ. പക്ഷേ ന്യൂസിലൊക്കെ വലിയ അപ്ഡേറ്റോ കാര്യങ്ങളോ വലുതായിട്ട് കൊടുക്കുകയൊന്നും ചെയ്യുന്നൊന്നുമില്ല. അറിയാലോ, ചില കണക്കുകളൊന്നും ചൂരൽമലയുടെ വിഷയം വന്ന സമയത്താണെങ്കിൽ പോലും കറക്റ്റ് കണക്കുകൾ അവർ പുറത്തു വിടുകയൊക്കെ ചെയ്ത്, കാരണം ആൾക്കാർ പേടിക്കുമോ എന്നുള്ള രീതിയിലാണ്. ഇത് കണ്ടിട്ട് നമ്മൾ ഇത്രയും പേടിച്ചെങ്കിൽ ആ ചൂരൽമലയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്ര ദൂരം അത് പൊട്ടി. അതിപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഇതാണ്. ഓരോ ആൾക്കാരും ഇപ്പോൾ അവിടെ ഈ വ്ളോഗ് എടുക്കാനൊക്കെ പോവുകയൊക്കെ ചെയ്യും. നമ്മളെന്നാൽ TV കണ്ടതിനേക്കാളും എന്താ പറയണ്ടേ ഒരു ഇതാണ്. നമ്മളല്ലാതെ അവർ വ്ളോഗിലൊക്കെ ആകുമ്പോൾ ഒരു കറക്റ്റായിട്ടെല്ലാം എടുക്കും. ഒരു പാറയെന്നൊക്കെ വെച്ചാൽ ഇത്രയുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് പാറകൾ. അപ്പോഴൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, ഇത് പഴയൊരു വിഷ്വലാണ്, ബിഫോറും ആഫ്റ്ററും കൂടെ ചേർന്നുള്ളത്. ഓക്കെ, വേണ്ട, നിങ്ങൾ കണ്ടില്ലേ പഴയതും പുതിയതുമായിട്ടുള്ളതാണ്. ഇനി വേറൊരു വിഷയം കൂടെ കാണിക്കും. വീണോ മൊത്തത്തിൽ? അതിൻ്റെ ഉള്ളിൽ 10 ആൾക്കാർ നടക്കുന്നുണ്ട്, 20 ആൾക്കാർ അതിനുള്ളിൽ നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ പണിക്കാർ നടക്കുന്നുണ്ട്, അതിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്താ കാര്യം? ഇപ്പൊ മണ്ണ് മാറ്റല്ല അതിനുള്ളിൽ ആളുണ്ടോ? അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, ഇല്ലാതെ പോകാൻ പറ്റുന്നില്ല. JCB വന്നിട്ട് മാറ്റേണ്ടി വരും. അല്ല, ഇത് ഈ മലയുടെ കുന്നിന്റെ മേലെ പെട്ടെന്ന് ഇടിഞ്ഞാണോ? രാവിലെ കുറച്ച് ചടിഞ്ഞ് വന്നതായിരുന്നു, പിന്നെ എല്ലാം കൂടി ഒന്നിച്ച് വന്നു. നല്ല മഴ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഓ, നല്ല മഴയാണ്, രാവിലെ മുതൽ നല്ല മഴയാണ്. ഇതിന്റെ ജീവനക്കാർ മാത്രമാണ് ഈ നാട്ടിന്റെ പണിക്കാർ മാത്രം, വേറെ നാട്ടുകാരായിരുന്നു. വീടിന്റെ ആൾക്കാരില്ലായിരുന്നു അവിടെ. എൻ്റെ ദൈവമേ, കണ്ടിട്ടാണ് വീഡിയോ വന്നു. ഇനി കുറച്ച് ന്യൂസ് ഉണ്ട്, ഞാൻ അതൊന്ന് വെച്ചുതരാം നിങ്ങൾക്ക്. അപ്പം ബഷീറൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണേ. വർക്ക്സൈറ്റ് അല്ല, കൊങ്കൺ റെയിൽവേക്ക് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് തുരങ്കപാത നിർമ്മിക്കുന്നതിന് കൊടുത്ത കോൺട്രാക്റ്റാണ്. അതിന്റെ വർക്ക് തുടങ്ങി. പിന്നെ നമ്മുടെ ഗവൺമെന്റ് വന്നു, നമ്മളതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഞാൻ ഈ മാസം 12-ാം തീയതി ഓൺലൈനിൽ ഒരു മീറ്റിംഗ് വിളിച്ചു. സെക്രട്ടറിയും ഡെപ്യൂട്ടി സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും കളക്ടർമാരും കൂടി മീറ്റിംഗ് കൂടി, കൊങ്കന്റെ ആളുകളൊക്കെ മീറ്റിംഗ് കൂടി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയതിനു ശേഷം ഒരു ടീമിനെ പറഞ്ഞയച്ചു. ഡെപ്യൂട്ടി സെക്രട്ടറി, അധീന IAS,
അഡീഷണൽ സെക്രട്ടറി വിനോദ് IAS, ചീഫ് എഞ്ചിനീയർമാർ, അതുപോലെ തന്നെ കളക്ടർ, വയനാട് കളക്ടർ, ഇവരെല്ലാം സൈറ്റിൽ പറഞ്ഞയച്ച് അവിടുത്തെ സ്ഥിരീകരിച്ച് അവിടെ മണ്ണ് ഒന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണ് കൂട്ടിയിട്ടാണ് ഉണ്ടാകുന്ന അപകടം. കാരണം മേപ്പാടിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാകുന്നതിനെ പറ്റി പോയി ഇവർ പഠിച്ചു. അവിടെ ഈ മഴ പെയ്യുന്ന സമയത്ത് ജോലിക്കാരെ നിർത്തി പ്രവൃത്തി നടത്തരുത്, അത് അവിടുന്ന് മാറ്റാനുള്ള നടപടി ഉണ്ടാകണം എന്നൊക്കെ കൊങ്കൺ അധികൃതരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം അവരതിൻ്റെ റിപ്പോർട്ട് തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം തീയതി വീണ്ടും കൊങ്കൺ അധികൃതരെയും കളക്ടർമാർ ഓൺലൈനിലും സെക്രട്ടറി ഞാനടക്കുന്ന ഉദ്യോഗസ്ഥരടക്കുന്ന മീറ്റിംഗ് കൂടി. അന്ന് നമ്മൾ അവർക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 1-ാം മേപ്പാടിയാണ്, മേപ്പാടി പ്രദേശത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇതിന് എല്ലാ അനുമതി കൊടുത്തത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ്. എല്ലാ അനുമതി കൊടുത്തത്. അങ്ങനെയാണ് ദുരന്തത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ആരംഭിക്കുന്നത്. അപ്പോൾ വളരെ നിർഭാഗ്യമായി, കാരണം നമുക്ക് എന്താണ് സംഭവിക്കണമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. മണ്ണിടിച്ചു 8 ആളുകൾ മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഒരാളെ അവിടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായ വിവരം കിട്ടിയിട്ടില്ല. ഈ 8 പേര് 9 പേരുള്ള ഹോസ്പിറ്റലുണ്ട്. അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരുടെ സംസാരം കാര്യമായിട്ടും കറക്റ്റ് റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വീണിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കേന്ദ്രം അത് ഇതെന്നൊക്കെ പറയേണ്ട കാര്യമല്ല. ഈ സമയത്ത് എങ്ങനെയെങ്കിലും അവരെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. പിന്നെ അറിയാലോ, പ്രതിപക്ഷം ഭരണപക്ഷം എല്ലാവരും ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ തമ്മിലെടുപ്പിക്കുന്ന രീതി പോകും. ഇനിയും കൊടിയും പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങല്ലേ ദേവി ചെയ്തിട്ട് ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നെന്നും പറഞ്ഞിട്ട് ഇറങ്ങിക്കൊണ്ടൊന്നും ചെയ്യരുത്. ചില വിവരക്കേടുകൾ അങ്ങനെയും കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പിണറായി സഖാവാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണെന്നും അനാവശ്യ വിവാദങ്ങൾക്ക് നേരെയുള്ള ബ്ലാസ്റ്റിംഗ് കൂടിയാണ് നടന്നതെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിലെടുത്തിട്ടുള്ള നിലപാട് അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഉറച്ച കരിമ്പാറയുടെ സാന്നിധ്യവും 1000 മീറ്ററിലധികം. കാരണം ഇതിന് ഇടയ്ക്കൊന്ന് സതീശൻ എതിർപ്പ് പറഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ ആണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ ഒന്നിനും എതിർപ്പ് പറയുന്നില്ല. ഈ ഭരണം വന്ന സമയത്താണെങ്കിലും അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് കുറെ എണ്ണം ട്രോളി ബിഫോറും ആഫ്റ്ററും ഒക്കെ ഇറക്കി ട്രോളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്, അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇടുന്ന കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് അദ്ദേഹം വന്ന് പത്രസമ്മേളനം കൊടുത്തതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. VD സതീശൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം പുറത്തോട്ട് വരികയാണ്. അദ്ദേഹത്തിന് പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ആ വിഷയത്തിൽ മുഖ്യമന്ത്രി കിട്ടിയിട്ടുണ്ടാവണം. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ അതിലപ്പോൾ ഉണ്ടാകും. മുഖ്യമന്ത്രി മന്ത്രിമാരും ഹെലികോപ്റ്റർ മാർഗം അങ്ങോട്ടേക്ക് ഉടനെ പോകാനും പോവുകയാണ്. അല്പസമയം നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാഥമികമായ വിവരം, ഒരാൾ മരണപ്പെട്ടു ദുരന്തത്തിൽ. 7 പേര് ആശുപത്രിയിലാണ്, 7 പേര് മിസ്സിംഗ് ആണ്, അവരെ കാണാതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മീനങ്ങാടിയിൽ നിന്നുള്ള നമ്മുടെ ഫോഴ്സ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള ഫോഴ്സ് കൂടി എത്തിച്ചേരും. പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംസ്ഥാന പോലീസിന്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ഡിഫൻസിന്റെ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും അവിടെ വളരെ പെട്ടെന്ന് എത്തും. ഇത് മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. അതെന്തുകൊണ്ട് അവർ പാലിച്ചില്ല? അവരെന്തുകൊണ്ട് അത് പാലിച്ചില്ല? ഞങ്ങൾ സാധാരണപ്പെട്ട ഒരു ജനം എന്ന രീതിയിൽ ഞാനും ചോദിക്കേണ്ടത് എന്തുകൊണ്ട് അവർ പാലിച്ചില്ല? അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവർക്കെതിരെയുള്ള നടപടി നല്ല രീതിയിൽ എടുക്കണം. കുറച്ച് ദിവസം വീട്ടിൽ പോയിരിക്കട്ടെ, എന്നാലല്ലേ മനസ്സിലാകത്തുള്ളൂ. കുറെ ആൾക്കാർ പറയുന്നുണ്ട് തൊഴിലാളി പണി, സത്യത്തിൽ ഇന്ന് പണിയില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു, എഞ്ചിനീയറും അതൊക്കെ ഉള്ളൂ. അവരാണ് കൂടുതലും പെട്ടെന്നും പറയുന്നുണ്ട്. അവരാണ് പെട്ടെന്ന് പറഞ്ഞത്. യഥാർത്ഥ കണക്കുകളോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻസിലെ ഒരു 5-8 പേര് ഉണ്ടെന്നും കൂടെ പറയുന്നുണ്ട്. ന്യൂസിനകത്ത് കറക്റ്റ് കാര്യങ്ങൾ പറയുന്നില്ല. ചില ഓൺലൈൻ മീഡിയക്കാരാണ് കുറെ കാര്യങ്ങൾ പിന്നെയും കൊണ്ടെത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ന്യൂസുകാർക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ. കാരണം അവർക്ക് ചിലപ്പം പറഞ്ഞു കാണുമായിരിക്കാം ഇന്ന കാര്യങ്ങളൊന്നും ഇപ്പോഴേ പുറത്തു വിടരുത്, ആൾക്കാരെ ഭീതിയാക്കരുത് എന്നൊക്കെ പറഞ്ഞു കാണുമായിരിക്കാം. എന്തായാലും അവർക്കെതിരെയൊക്കെ കുറച്ച് നടപടി എടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മളൊരു കാര്യം ഒരു ഗവൺമെന്റ് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് അത് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ളവരൊക്കെ സർവീസിലും അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത്? PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അവര് അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. കനത്ത മഴ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. രാവിലെ 225 സെന്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ്. ഇപ്പോഴും മഴയുണ്ട്, വലിയ മഴയില്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മഴയുണ്ട്. ഇതൊരു ചെളി കലർന്ന മണ്ണാണ്. അവിടുത്തെ മണ്ണിന്റെ ഘടന വളരെ വ്യത്യാസമാണ്. അതിങ്ങനെ സ്ക്രാപ്പ് ചെയ്താണ് വെച്ചിരുന്നത്. അത് നിലനിൽക്കുന്നതല്ല എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവിടെ പോയി തന്നെ കണ്ടു പരിശോധിച്ച് ബന്ധപ്പെട്ടവർക്ക് അവിടെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഒരു കരാറുകാരാണ് അത് നീക്കം ചെയ്യാറുള്ളത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അലർട്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ യെല്ലോ അലർട്ട് ആയിരുന്നു, പക്ഷേ റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മഴ ലഭിക്കുകയും ചെയ്തു. പക്ഷേ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാ അലർട്ട് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അലർട്ടിന്റെ പ്രശ്നമല്ല, മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മാറ്റാത്തല്ലേ പ്രശ്നം. 225 സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ചിട്ടുള്ള ഇതാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇത് പ്രാഥമികമായ
വിവരങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രാഥമികമായി കിട്ടിയ ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് പ്രശ്നം. മഴ പെയ്താൽ അത് അപകടത്തിലാകും, അത് അപകടത്തിലേക്ക് പോകുമെന്നതും മൺസൂണല്ലേ, പോകുമെന്നും മുൻകൂട്ടി ജില്ലാ കളക്ടർ തന്നെ ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഉത്തരവിന്റെ കോപ്പി ഉണ്ടായിരുന്നു. 20-ാം തീയതി തന്നെ ഇറക്കിയതാണ്. പിന്നീട് PWD മിനിസ്റ്റർ പോയിട്ട് അവിടെ യോഗം ചേർന്നതാണ്. അവിടെ റവന്യൂ സെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗം എല്ലാം നടന്നതാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ നിന്നും അവർ ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് അനുസരിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഇപ്പോ അവിടുത്തെ ഈ ഫോഴ്സുകളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. മഴയുടെയും ഈ മണ്ണിന്റെ ഘടന, ചെളി കലർന്ന മണ്ണാണ് ഇതുള്ളത്. അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി 8 എസ്കലേറ്റർ അവിടെ ഉണ്ട്, നേരത്തെ തന്നെ അവിടെ ഉണ്ട്. അതുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എക്യുപ്മെന്റ്സിന്റെ അഭാവം ഒന്നും ഉണ്ടാവില്ല, ഫോഴ്സിന്റെ അഭാവം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കോഴിക്കോട് നിന്നുള്ള ഫോഴ്സ് കൂടി എത്തും. അതിന് മുമ്പ് പോലീസും ഫയർഫോഴ്സും എല്ലാവരും ഉണ്ട്. പുള്ളി കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ, നല്ല ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടെന്നാണ് പറയാം. നല്ലൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 2 മാസം കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ആ ഉദ്യോഗസ്ഥരെ അവർക്ക് നല്ലൊരു പണി കൊടുക്കണം, സസ്പെൻഷൻ തന്നെ കൊടുക്കണം. അങ്ങനെയുള്ളവന്മാരെ ഒന്നും ഇവിടെ നിർത്തരുത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കേരള ഗവൺമെന്റ് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് ചെയ്യാൻ ബാധ്യസ്ഥ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവരെന്തിനാണ് ഇവിടെ സർവീസ് വെച്ചിരിക്കുന്നത്? അതിനുള്ള കറക്റ്റായിട്ട് അവർ ഇത് ഫോളോ ചെയ്യാത്തതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ കൂടുതലും വരുന്നത്. പിന്നെ ഈ മണ്ണിടിച്ചിൽ കാരണം എന്താ പറയണ്ട, ഈ മണ്ണ് കൂട്ടിയിട്ടതാണോ ഈ മണ്ണിടിച്ചിൽ വരാൻ കാര്യം? അപ്പൊ അത്രമാത്രം മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ടോ? അതൊരു ഡൗട്ടാണ്. അത് മാത്രമല്ല, ഇന്ന് ഞാൻ അല്ലാതെ ഒരു ന്യൂസിൽ കണ്ടത് അവിടെ മുമ്പത്തെ ദിവസം നല്ല വെള്ളലും കാര്യങ്ങളൊക്കെ ആ മലയിലുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുകയൊക്കെ ചെയ്തത്. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സ് തന്നെയാണ് അത് പോയിരിക്കുന്നത്. അവർ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യും. പിന്നെ സമയം അല്ല, ഇത് നമ്മൾ ഏത് പദ്ധതി ചെയ്യുമ്പോഴും ആ പദ്ധതിക്ക് ചില സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഹൈവേയുടെ കാര്യത്തിൽ നമുക്ക് വലിയ ഉത്കണ്ഠ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹൈവേ അധികൃതരെ നമ്മൾ മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ജില്ലാ കളക്ടർമാർക്കും നമ്മൾ അതിന്റെ ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ സ്പോട്ടിലും, എല്ലാ പ്രോൺ സ്പോട്ടിലും പോയി ജില്ലാ കളക്ടർമാർ തന്നെ ഹൈവേ പണിയുന്നതിന്റെ പോയി അന്വേഷിച്ചിരുന്നു. പിന്നെ മഴ കുറഞ്ഞതുകൊണ്ടാണ് എങ്കിലും ഒരുപാട് സ്ഥലത്ത് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് അടക്കമുള്ള സംഭവങ്ങൾ ഹൈവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹൈവേയുടെ നിർമ്മാണത്തിലും ആവശ്യമായ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നില്ല എന്നുള്ള പരാതി സർക്കാരിനുണ്ട്. ഇല്ല, വേറെ ഇൻഫർമേഷൻസ് ഒന്നുമില്ല. നമ്മള് അത് കൂടുതലും ജീവനക്കാർ 7 പേരെയാണ് മിസ്സിംഗ്. അപ്പൊ അവരെ കുറിച്ച് പണിക്കാരാണ്. അപ്പൊ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നേ. ഞാൻ പ്രാഥമികമായ വിവരമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. ഇപ്പൊ 2 മിനിസ്റ്റേഴ്സിനെ ഇപ്പൊ നമ്മൾ അയക്കണം അങ്ങോട്ട്. റവന്യൂ മന്ത്രി അനിൽകുമാറിനെയും വയനാട്ടിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖും ഇപ്പൊ തന്നെ അവർ യാത്ര ചെയ്യിക്കും. അവരുടൻ തന്നെ അവിടെ തന്നെ എത്തിച്ചേർന്ന് ബാക്കിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഓഫീസിലും ഇതെല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കും. ഓക്കെ. അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ വെച്ച് ആദ്യം ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വയനാട്ടിലൊക്കെ ഉണ്ട്. അവരെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കി എന്താണ് അവിടുത്തെ കറക്റ്റ് അപ്ഡേറ്റ് എന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങളെ കറക്റ്റായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ന്യൂസ് വരുന്ന എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ വിശ്വാസമോ കാര്യങ്ങളൊന്നുമില്ല. അവർ പരമാവധി പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ടൊക്കെ അവർ പുറത്ത് കൊടുത്തൊക്കെ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്, ബൈ.